രുചിഭേദങ്ങൾ. എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സദ്യയ്ക്ക് ഒരു പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ ഇലയിൽ നമ്മൾ പ്രഥമനൊക്കെ ഒഴിച്ച് പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോഴല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല സ്വാദൂറും പഴമയുടെ രുചിയിലുള്ള ചക്കപ്രഥമനാണ്. ഇത് ചക്കവരട്ടി കൊണ്ടുണ്ടാക്കിയ പ്രഥമനാണ് കേട്ടോ. അപ്പോൾ ചക്കവരട്ടി ഉള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് അല്ലെങ്കിൽ പോലും ഒരു ദിവസം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ കാണാം. അതിനായിട്ട് ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള തേങ്ങയാട്ടോ. ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ തേങ്ങാപ്പാൽ എടുക്കണേ. 1-ാം പാലും ബാക്കി പാലുകളും. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കണതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കേണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്കവരട്ടി കൊണ്ടാണ് നമ്മൾ ഈ പ്രഥമൻ ഉണ്ടാക്കാൻ പോണേ. ചക്കവരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സീസണിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പ്രഥമൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചക്കവരട്ടിയുടെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലായിരിക്കുമല്ലോ ചക്കവരട്ടി സൂക്ഷിക്കാറ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതിൻ്റെ കുറേ നേരം മുമ്പായിട്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി റൂം ടെമ്പറേച്ചർ കൊണ്ടുവന്ന ശേഷം ഉണ്ടാക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കല്ല് പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു പ്രഥമൻ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ഏകദേശം 4 കപ്പ് ചക്കവരട്ടിയാട്ടോ എടുക്കണത്. ചക്ക സീസൺ ഉള്ളപ്പോൾ ചക്കവരട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസൺ വരെ ചക്കവരട്ടി കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് 3-4 തേങ്ങാപ്പാൽ ഞാൻ ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റൗവിലേക്ക് വെക്കണതിന് മുമ്പായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ചെയ്യണ രീതിക്കാണ് ചെയ്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം മാത്രമേ സ്റ്റൗവിലേക്ക് വെക്കാൻ പാടുള്ളൂ. ഇത് പിന്നെ ചക്കവരട്ടി ഉണ്ടാക്കണ സമയത്ത് തന്നെ നന്നായിട്ട് ചക്ക അരച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിൽ പിന്നെ കഷ്ണങ്ങളും കട്ടകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അരച്ചിട്ടാണ് ചക്കവരട്ടി ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരിട്ട് തന്നെ ഇട്ടോളൂ. ഇല്ലാത്ത പക്ഷം ചക്കവരട്ടി നിങ്ങൾ ചുളയായിട്ടാണ് വരട്ടിയെടുത്തതെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനെടുത്തത് 2 വലിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങാപ്പാലുണ്ടായിരുന്നു. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ 2 മീഡിയം സൈസിലുള്ള തേങ്ങ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം തേങ്ങാപ്പാൽ ചേർക്കണോ അത്രയും നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് വറ്റിച്ചെടുക്കണ കൂടുതൽ സ്വാദാണെങ്കിൽ പോലും ഒരുപാട് വലിയ തേങ്ങയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് ഓരോ കപ്പായി വീതം ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം അടുത്ത കപ്പ് ഒഴിച്ച് അങ്ങനെയാണ് ചെയ്തെടുക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. ഇപ്പോൾ നിങ്ങൾ ഈ ഉരുളിയിൽ കാണുന്ന വെള്ള കളറ് ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം നെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കി എടുക്കണ സമയത്ത് അതൊക്കെ അലിഞ്ഞ് നന്നായിട്ട് യോജിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഏകദേശം 8 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വീണ്ടും പറയണം 3-4 തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരുപാടുള്ളത് കൊണ്ട് ഞാനത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഇതിലേക്ക് ചേർത്തത്. കുറച്ച് വറ്റിച്ചെടുക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കണ തേങ്ങയ്ക്ക് അനുസരിച്ചായിരിക്കും തേങ്ങാപ്പാൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച ശേഷം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൈവിടാതെ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇപ്പോൾ ചൂടായതും നെയ്യൊക്കെ ഇതിൽ കിടന്ന് ഉരുകി ഇതിനോടൊപ്പം തന്നെ യോജിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 3 കപ്പോളം 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഉരുളിയിൽ പായസം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തലമുറകളെ കൈമാറി വന്ന ഒരു ഉരുളിയാണത്. വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമൊക്കെ വെക്കുക. നമ്മൾ സിമ്മിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഇനി അടുത്തത് 400 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ചക്കവരട്ടിയിൽ നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കണ ചക്കവരട്ടിയിൽ എത്രത്തോളം മധുരം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ശർക്കര ചേർക്കാനായിട്ട്. അപ്പോൾ അത് ശർക്കരയുടെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ ഈ ഒരു പ്രഥമനിൽ പറ്റില്ല. ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ രീതി ഓരോ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ കണ്ടില്ലേ, നല്ല സിമ്മിൽ ഇട്ടിരിക്കുകയാണ്. അതിന് ശേഷം ഇങ്ങനെ തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ ഏകദേശം വറ്റി വരണ ഒരു പാകം ആവണ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ആ സമയത്ത് വേണം നമ്മൾ 1-ാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്തായാലും പായസം ബാക്കി വരും. ആ സമയം നമ്മൾ ഫ്രിഡ്ജിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എടുക്കണ സമയത്ത് നല്ല കട്ടി പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കണതാണ് ഏറ്റവും നല്ലത്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് 1-ാം പാല് ചേർത്ത് കൊടുക്കണേ. ഇത് 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ എടുക്കണതിൻ്റെ തേങ്ങയ്ക്ക് അനുസരിച്ചായിരിക്കും തേങ്ങാപ്പാൽ ഉണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. നല്ലൊരു ചക്കപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കയുടെ മണവും ശരിയായ രീതിയിലുള്ള മധുരവും പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടെ ചേർന്ന് യോജിച്ച് വരുന്ന സമയത്താണ് നല്ലൊരു. അപ്പോൾ ഞാനിനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തിടണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചക്കവരട്ടിയിൽ നല്ലോണം നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് വറുക്കരുത്. നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കളറാവും. ഇനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും പായസമൊക്കെ പാത്രഭാഗം വന്ന ശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് അതിൻ്റെ ശരിയായ രുചി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ആറിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്രഥമൻ ഒന്ന് ആറിയിട്ടുണ്ട്, ഇളം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. അപ്പോൾ ശരിയായ കളറും അതുപോലെ തന്നെ പാൽസ്വാദൊക്കെ ഉള്ള ഒരു ചക്കപ്രഥമനാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുടിക്കാനായിട്ടുള്ള നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സ്വാദുള്ള ചക്കപ്രഥമനാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ കിട്ടണ ഒരു കപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50 പേർക്കൊക്കെ ധാരാളമായിട്ട് കുടിക്കാൻ പറ്റണ ഒരു അളവാട്ടോ ഞാനിന്ന് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.